എനിക്കെന്താ പറയുന്നത്, ഓ ലാപ്ടോപ്പിന് ചാർജറില്ല. കമ്പനിയിൽ നിങ്ങൾ കണ്ടു കാണും എന്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഉദ്ദേശം എന്താ വെച്ചാൽ, ഇനി ആർക്കും ഇങ്ങനെ ഒരു ഡിസ്റ്റൻസ് ഉണ്ടാവരുത്. കാരണം ഞാൻ മിക്സിയിൽ കൈ പോയി കേട്ടുള്ളത് ഇങ്ങനെ ഇളക്കി നോക്കുമ്പോൾ കൈ പോകുന്നതൊക്കെ ആയിട്ടുള്ള ഞാൻ കേട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ സംഭവം എനിക്ക് നേരത്തെ വേറെ സംഭവം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതാണ് ആദ്യത്തെ എക്സ്പീരിയൻസ് ആണ്. എങ്കിലും ഇനി ഇങ്ങനെ ആർക്കും ഉണ്ടാതിരിക്കട്ടെ. കാരണം എൻ്റെ അങ്ങനെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ തലയിൽ തേക്കാൻ താളി അറിയത്തില്ലേ, താളി അരയ്ക്കും തലയിൽ തേക്കാനായിട്ട്. അപ്പം അമ്മ ഈ പ്രാവശ്യം അമ്മ അരയ്ക്കും മറന്നു പോകും. എല്ലാ പ്രാവശ്യം ഇടും. പിന്നെയും ചിറ്റമ്മയെ വിളിക്കും ചോദിക്കും. അങ്ങനെ എല്ലാ പ്രാവശ്യവും അവരോട് ഞാൻ മറന്നു പോകണ്ട, എൻ്റെ കൂടെ നിൽക്കാവോ, എല്ലാം നോക്കി പഠിക്കാൻ പറഞ്ഞു. അപ്പം ഞാനാണെങ്കിൽ മുടി ഇങ്ങനെ പ്രാന്തി ലുക്കാണ് ഇരിക്കുന്നത്. ഡോണ്ട് മൈൻഡ് മൈ ഹെയർ ഓക്കെ. അപ്പം എന്താണ്, അപ്പം ഞാൻ നോക്കിയെല്ലാം പഠിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇത് അരയ്ക്കണം വേണ്ടി ഇത് ഒന്ന് അരച്ച് കഴിഞ്ഞു. കുറച്ചൊരു കറ്റവാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒന്നിട്ടിട്ട് ശക്തിക്കിട്ട് കറങ്ങാൻ തുടങ്ങി. അതായത് ദൂരെ ഭയങ്കര ശക്തിക്ക് കറങ്ങാൻ തുടങ്ങി. അപ്പോൾ എന്താണ് ഈസി ടുക്ക് നിൽക്കുന്നത് ഓക്കെ. അല്ലെങ്കിൽ എന്താണ് പറയുന്നത്, അപ്പോൾ എനിക്ക് വേറെ പ്രശ്നം എന്തിനാണ്, മറവിയുണ്ടോ ഗൈസ്, മറന്നു. ഇത് എല്ലാം കൂടി തെറിച്ച് പോകാൻ തുടങ്ങി. എല്ലാം കൂടി തെറിച്ച് പോകാൻ തുടങ്ങി. അപ്പോൾ ഞാൻ ഓർത്ത് ഇത് അമ്മ കഷ്ടപ്പെട്ട് അങ്ങന്നൊക്കെ പോയി അത് ഇവിടെ ഒന്നും ചെമ്പരത്തിനായിട്ട് അമ്മ അങ്ങനൊക്കെ പോയി പറിച്ചിട്ട് വന്നു. അപ്പം അത്രയും പോയി കഴിഞ്ഞാൽ അത് നഷ്ടമാകത്തില്ലേ, സാധനം തീർന്ന് പോവില്ല. അപ്പം അങ്ങ് തെറിച്ച് പോയി ഇങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ച്, എന്നിട്ട് ഞാൻ വേഗം നിർത്തുകയും ചെയ്തു. അടപ്പ് പ്രസ് ചെയ്തിട്ട് നിർത്തി. അപ്പം നിർത്തിയപ്പോൾ ഞാൻ നിർത്തിയ ഉടനെ തന്നെ പതുക്കെ കയ്യിൽ നിന്ന് പൊക്കത്തുനിന്ന് ഇങ്ങനെ ലൂസാക്കി. ലൂസാക്കിയ സമയത്ത് അടപ്പ് തെറിച്ച് പോവുകയും ചെയ്ത് കൈ അകത്തേക്കും പോയി. അപ്പോൾ ഞാൻ ഉടനെ ഇങ്ങനെ ഒരു കാറി. പക്ഷെ എനിക്ക് സമയത്ത് വേദനിച്ചൊന്നുമില്ല കേട്ടോ. അതെന്നെ സംഭവം എനിക്ക് ഇപ്പോഴും അമ്മ ഓർത്തില്ലേ കയ്യിനെ പോകുന്നത് നമ്മൾ വിചാരിക്കുന്നേ ഇല്ലല്ലോ. അപ്പോൾ അമ്മ സാധനം പോയല്ലേ കരയുണ്ടെന്ന് പോയി. അമ്മ അമ്മേ കാര്യം പറഞ്ഞെന്ന് പറഞ്ഞിട്ട് അമ്മ ഉയ്യോ എൻ്റെ കൊച്ചേന്ന് പറഞ്ഞിട്ട് അവ ചങ്കത്തൊക്കെ അടിച്ചിട്ട് ഞാൻ ആശുപത്രിയിൽ പോയി എക്സ്റേ ഒക്കെ എടുത്തു. എനിക്കാണെങ്കിൽ ബ്ലഡ് കണ്ട തലറങ്ങി വീഴുന്ന ആളാണ്. ഇതെല്ലാം മാറി കേട്ടോ. ഇനി ബ്ലഡ് കണ്ട പ്രശ്നമൊന്നുമില്ല. BP പറഞ്ഞിട്ട് പിന്നെ അതിന് അതിന് ട്രിപ്പിട്ട് BP പറഞ്ഞ് ട്രിപ്പിട്ട് അത് പെയിൻ സഹിക്കാൻ ശേഷി കുറവാണ്. അപ്പം അത് കാരണം ഞാൻ ഇഞ്ചക്ഷൻ പോലും TT എടുക്കാൻ പോകുന്നത് സ്കൂളിൽ നമ്മൾ എടുപ്പിക്കത്തില്ല. ഞാൻ പോയി എടുക്കുകയില്ല, പേടിയുണ്ട്. ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് എനിക്ക് അറിയാവുന്ന നേഴ്സ് അല്ലെങ്കിൽ അമ്മയുടെ അമ്മയും കൂടെ വേണം. അങ്ങനെ ഞാൻ എടുത്തുകൊണ്ടിരുന്നത്. അതെല്ലാം മാറി. ഇന്നലത്തെ ഒരു ഇൻസിഡൻറ്റ് കാരണം എല്ലാ അഹങ്കാരവും മാറി സത്യത്തിൽ പറയാം. 5 വിരലിലും മുറിവുണ്ട്. അതിൽ ഈ 3 വിരലാണ് ഇച്ചിരി പ്രശ്നം. അതിൽ ഈ നടുവിരലിൻ്റെ തുമ്പത്തെ എല്ലിച്ചിരി ഒടിഞ്ഞിട്ടുണ്ടെന്ന്, എല്ലിന് ഇച്ചിരി പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇത് രണ്ടും കൂടി ക്ലിപ്പിട്ട് കെട്ടിയിരിക്കുക. അതിനേക്കാളും വലിയ സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ബുധനാഴ്ചയാണ് സെമസ്റ്റർ എക്സാം. പിന്നെ ബുധനാഴ്ച ഇംഗ്ലീഷാണ്, വെള്ളിയാഴ്ച ഫ്രഞ്ചും. ഒരാഴ്ച എടുത്തെങ്കിൽ ഞാൻ ഇംഗ്ലീഷും ഫ്രഞ്ചും തുറന്നു നോക്കിയതേ ഇല്ല. ഞാൻ ശനി ഞായറും തിങ്കളും ചൊവ്വയും ഉണ്ടല്ലോ, ഈ 4 ദിവസം ഈ ഫ്രഞ്ചും ഇംഗ്ലീഷും പഠിക്കാൻ നോക്കിയിട്ട് വരുന്നത്. ഇന്നലെ രാത്രിയിൽ എനിക്ക് ഉറങ്ങാൻ പറ്റുന്നത് ഭയങ്കര വേദനയായിട്ട് ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. ഗുളിക കഴിച്ചു, വേദനയ്ക്കുള്ള ഗുളിക കഴിച്ചിട്ടാണ് ഇന്നലെ. ഗുളിക കഴിച്ച് 1 മണിക്ക് കഴിഞ്ഞപ്പോഴാണ് അത് ആക്റ്റീവായത്. 2 മണിയായി കിടന്ന് ഉറങ്ങിയപ്പോൾ. ഗുളികയുടെ തോന്നിയെന്ന് വെച്ചാൽ രാവിലെ നല്ല വേദന കുറവുണ്ട്. അപ്പം ഞാൻ വേദന കുറവുള്ള സമയത്ത് അത് ഉപയോഗിച്ച് ആ സമയം പാഴാക്കാതെ കുറച്ച് സമയം ഇരുന്ന് പഠിക്കാമെന്ന് വിചാരിച്ചു. ഞാനിങ്ങനെ വ്ളോഗ് പിടിക്കാൻ കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, 2 കാരണമാണ് വ്ളോഗ് പിടിക്കാൻ. ഒന്നെന്ന് പറഞ്ഞാൽ ഇതുപോലെ ഒരു ഇൻസിഡൻറ്റ് ആർക്കും ഉണ്ടായിരുന്നു. കാരണം എല്ലാവരും മിക്സ് ആയിരിക്കുമ്പോൾ കൈ ടൈൽസിലെ കൈ മുറിവുകളൊക്കെയാണ് ഇരിക്കുന്നത്. അങ്ങനെയല്ല ഗൈസ്, ഇങ്ങനെ അടപ്പ് പിടിച്ചിട്ട് അടപ്പ് പിടിച്ചാലും മുറിവുണ്ടാവും. ഞാൻ കാര്യം പറയട്ടെ, ഞാൻ ഇന്ന് പഠിച്ചൊരു പാഠം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സാധനം പോവാണെങ്കിൽ പൊക്കോട്ടെ. ഞാനത് പോകാതിരിക്കാൻ വേണ്ടി പ്രസ് ചെയ്ത് പിടിച്ചിട്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. അതങ്ങ് പൊക്കോട്ടെ എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ. ഞാനത് പോകരുത്, അത് അത്രയും നല്ല ഇൻഗ്രീഡിയൻസ് നമ്മൾ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ചാണ്. അത് പോകാൻ പാടില്ല എന്ന് വിചാരിച്ചുകൊണ്ടാണ് ഇത്രയും പ്രശ്നം ഉണ്ടായത്. അല്ലെങ്കിൽ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല. അത് തെറിച്ച് പോയിട്ട് ഓഫാക്കിയാലും മതിയായിരുന്നു. ഞാൻ തെറിച്ച് പോകാതിരിക്കാൻ വേണ്ടി ഇങ്ങനെ പിടിച്ചിട്ട് ഓഫാക്കിയിട്ട് കൈ പൊക്കുകയും ചെയ്ത് കൈ അകത്തേക്ക് പോയി.
ഇന്നൊക്കെ മണ്ടത്തരങ്ങളാണ്. അത് നിങ്ങൾ മിക്സി അരയ്ക്കുമ്പം എങ്ങനെ വേണമെങ്കിലും നമുക്ക് ഇൻസിഡൻറ്റ് ഉണ്ടാകും. ഒരു രീതി മാത്രമല്ല, ഞാൻ മാത്രമാണ് അങ്ങനെ പൊട്ടത്തിന് ചിന്തിച്ചതെന്ന് എനിക്കറിയത്തില്ല. ആണെങ്കിലും നിങ്ങൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കുക. മിക്സി അങ്ങനത്തെ പോലത്തെ മുറിയാൻ ചാൻസുള്ള ഉപകരണങ്ങൾ എപ്പോഴും ഇൻസ്ട്രുമെൻറ്റ്സ് എന്തെങ്കിലും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും കെയർഫുൾ ആയിരിക്കുക. ഞാൻ രണ്ടെന്ന് പറയുന്നത് ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ്, ഇപ്പോഴത്തെ എക്സ്പീരിയൻസ് ആർക്കും കിട്ടാതിരിക്കട്ടെ. ഓക്കെ, അധികം ആൾക്കാർ വ്യൂസ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്കും ഇതൊരു നല്ലൊരു എന്താ എന്നെ വിളിച്ച കൈ വേണമെന്ന് പറഞ്ഞോ, കൈ മിക്സിയിൽ അടിച്ച് അമ്മ വിളിച്ച് പറിച്ച് എന്നെ വിളിച്ചുകൊണ്ട് പോയി. അമ്മൻ്റെ കൈ കുഞ്ഞിൻ്റെ കൈയും കളഞ്ഞ് എനിക്ക് പേരട്ട് പണിയായി. ഹലോ അമ്മ. Getting sprung. We used to dance the night away, hang out the whole next day.